ഉച്ചയൂണിന് ഇന്നത്തെ സ്പെഷ്യല് കൊടപ്പനും പയറുമാണ്. എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇത് കൊടപ്പൻ എന്നാണ് പറയുന്നത്. വാഴക്കൂമ്പെന്നും പറയാറുണ്ട്. തലേന്ന് തന്നെ ഉണക്കപ്പയർ അല്ലെങ്കിൽ വൻപയർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. കൊടപ്പന്റെ ആ മുകളിലത്തെ തൊലിയൊക്കെ കളഞ്ഞ് ഏകദേശം ഇതുപോലെ നമ്മൾ എടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് പയർ വേവിക്കാം. പയർ കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ 2 വിസിൽ. കൊടപ്പൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി വയ്ക്കാം. കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചും മാറ്റി വെക്കുന്നുണ്ട്. ഒരു കടായി ചൂടാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് വരച്ചെടുക്കാം. പിന്നെ നമുക്ക് കൊടപ്പൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരച്ചെടുക്കണം. കൊടപ്പൻ വേഗം നമുക്ക് വെന്ത് കിട്ടും. ഒരുവിധം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കൊടപ്പൻ മാത്രമായിട്ട് വെളുത്താറുണ്ട്. അതിനേലും കുറച്ചും കൂടെ ടേസ്റ്റ് കൊടപ്പനും പയറും കൂടെയാണ്. അപ്പോൾ നമ്മുടെ സൺഡേ ലഞ്ച് നോക്കിയാലോ. ചോറ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കൊടപ്പനും പയറും. ഇന്നിപ്പോൾ കുറച്ച് മീനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ വറുത്തതും മീൻ അച്ചാറും മോരുകറിയായിട്ട് സൺഡേ ലഞ്ച് കുശാലായി. അപ്പോൾ കൊടപ്പൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. ഒരുപാട് ഗുണങ്ങളുള്ള ഈ സാധനം ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്.